പുതിയ KPCC അധ്യക്ഷനെ പ്രഖ്യാപിക്കുന്ന അഭ്യൂഹങ്ങൾക്കിടെ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ രാഹുൽ ഗാന്ധിയുമായി ഇപ്പോൾ ചർച്ച നടത്തുകയാണ്. രാഹുൽ ഗാന്ധിയുടെ വസതിയിലെത്തിയാണ് കൂടിക്കാഴ്ച നടക്കുന്നത്. വിനീത VG വിവരങ്ങൾ നൽകും ഡൽഹിയിൽ നിന്ന്. വിനീത, പുതിയ KPCC അധ്യക്ഷനെ ഇന്ന് തന്നെ പ്രഖ്യാപിക്കും എന്നാണോ ഈ കൂടിക്കാഴ്ചകളും ചർച്ചകളും ഒക്കെ വ്യക്തമാക്കുന്നത്? തീർച്ചയായും വിജയകുമാർ, നമുക്ക് അങ്ങനെയുള്ള ചില സൂചനകൾ കൂടി തന്നെയാണ് ഈ ഘട്ടത്തിൽ ലഭിക്കുന്നത്. അത്തരം സൂചനകൾക്കിടെയാണ് ഈ കൂടിക്കാഴ്ച നടത്തുന്നത് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത്. കേരളത്തിൽ നിന്ന് എത്തിയതിന് പിന്നാലെ നേരെ അദ്ദേഹം രാഹുൽ ഗാന്ധിയുടെ വസതിയിലേക്കാണ് പോയത്. ജൻപത് 10-ലെ വസതിയിലെത്തിയപ്പോൾ രാഹുൽ ഗാന്ധിയുമായി KC വേണുഗോപാൽ കൂടിക്കാഴ്ച നടത്തുകയാണ്. അത് നേരെ എയർപോർട്ടിലേക്ക് എത്തിയതിനു ശേഷം അദ്ദേഹം അവിടെ നിന്ന് നേരെ KC വേണുഗോപാൽ രാഹുൽ ഗാന്ധിയുടെ വസതിയിലേക്ക് പോവുകയായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് KPCC അധ്യക്ഷൻ പ്രസ്താവനയും വാർത്താ സമ്മേളനവും ഒക്കെ നടത്തുകയും അദ്ദേഹത്തിന്റെ നിലപാടടക്കം അക്കാര്യത്തിൽ തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിന് പിന്നാലെയും വലിയൊരു നീക്കം കോൺഗ്രസിനുള്ളിൽ നടന്നു എന്ന ചില സൂചനകൾ കൂടി പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അധ്യക്ഷ സ്ഥാനത്ത് നയിക്കുന്ന K സുധാകരനെ മാറ്റം അടക്കമുള്ള ആവശ്യങ്ങൾ ഒരു കൂട്ടം നേതാക്കൾ ഹൈക്കമാൻഡിനെ അറിയിച്ചിട്ടുണ്ടെന്നും ചില വിവരങ്ങൾ കൂടി ലഭ്യമായിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഈ കൂടിക്കാഴ്ച എന്നുള്ളത് തന്നെയാണ് ഏറ്റവും നിർണായകം. ഞാനിപ്പോൾ നിൽക്കുന്നത് ഡൽഹിയിലെ KC വേണുഗോപാലിന്റെ വസതിയിലാണ്. കൂടിക്കാഴ്ച പൂർത്തിയാക്കി അല്പസമയത്തിനകം തന്നെ KC വേണുഗോപാൽ ഈ വസതിയിലേക്ക് എത്തിച്ചേരുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിനുശേഷം അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം കൂടി ഉണ്ടാകുമെന്ന് കരുതുന്നുണ്ട്. നേരത്തെ ആദ്യഘട്ടത്തിൽ നമ്മൾ അദ്ദേഹത്തെ സംസാരിക്കാനൊക്കെ അദ്ദേഹവുമായി നമ്മൾ സമീപിച്ചിരുന്നുവെങ്കിലും അത്തരം കാര്യങ്ങളിലൊന്നും നിലവിൽ ഞാൻ സംസാരിക്കുന്നില്ല എന്നുള്ളത് തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ തീരുമാനം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിന് പിന്നാലെ കേരളത്തിൽ നിന്നും നേരെ എത്തി അദ്ദേഹം നേരെ ഇപ്പോൾ രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. ഈ അധ്യക്ഷ സ്ഥാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ കൂടിക്കാഴ്ചയിൽ ചർച്ചയാകുന്നുണ്ടെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. നേരത്തെ തന്നെ ഈ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് K സുധാകരനെ മാറ്റിയേക്കുമെന്ന തരത്തിലുള്ള ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ആ റിപ്പോർട്ടുകൾ ചൂടുപിടിച്ചതിന് പിന്നാലെ താൻ മാറില്ല എന്നും തന്നെ മാറ്റേണ്ടതില്ലെന്നും തന്നെ മാറ്റുകയാണെങ്കിൽ ഹൈക്കമാൻഡ് തന്നെ ഡൽഹിയിലേക്ക് വിളിക്കേണ്ടതില്ലല്ലോ എന്നുമൊക്കെയായിരുന്നു KPCC അധ്യക്ഷൻ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിന് പിന്നാലെയും ഒരു കൂട്ടം നേതാക്കൾ, കേരളത്തിൽ നിന്നുള്ള ഒരു കൂട്ടം നേതാക്കൾ ഹൈക്കമാൻഡിനെ സമീപിച്ചുവെന്നും KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് സുധാകരനെ മാറ്റണമെന്നുള്ള ചില ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടെന്നും ഒക്കെയുള്ള ചില സൂചനകൾ കൂടി പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെ ഒരുപക്ഷെ ഇന്ന് ഈ അധ്യക്ഷ സ്ഥാനത്ത് ഒരു മാറ്റം ഉണ്ടാകുന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ ഈ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവ് VD സതീശനുമായി ചർച്ചകൾ നടത്തി എന്നൊക്കെ ചില വിവരങ്ങളുണ്ട്. അത്തരമൊരു ചർച്ച നടന്നതായി എന്തെങ്കിലും സൂചനകളുണ്ടോ? ഈ നേതൃമാറ്റം സംബന്ധിച്ച് പ്രതിപക്ഷ നേതാവുമായി രാഹുൽ ഗാന്ധി ഒരു വട്ടം ചർച്ച നടത്തി എന്ന റിപ്പോർട്ടുകൾ എത്രത്തോളം ശരിയാണ്? വിജയകുമാർ, കഴിഞ്ഞ ദിവസം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ദിവസം താൻ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറില്ല എന്ന് KPCC അധ്യക്ഷൻ തന്നെ മാധ്യമങ്ങളിലൂടെ പറയുന്നു. തന്നെ മാറ്റേണ്ട കാര്യമില്ലെന്നാണ് ഹൈക്കമാൻഡിന്റെ തീരുമാനം അടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം വിശദീകരിക്കുന്നു. അതിന് പിന്നാലെ കേരളത്തിൽ നിന്നുള്ള ചില നേതാക്കൾ ഹൈക്കമാൻഡുമായി ബന്ധപ്പെടുകയും ഈ അധ്യക്ഷ സ്ഥാനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില കാര്യങ്ങൾ ഹൈക്കമാൻഡുമായി സംസാരിച്ചു എന്നുമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമുക്കിപ്പോൾ ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്ന KC വേണുഗോപാൽ അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് വരികയാണ്. കൂടിക്കാഴ്ച പൂർത്തിയാക്കിയതിനു ശേഷം അദ്ദേഹം വസതിയിലേക്ക് ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ലല്ലോ. ഞങ്ങൾ എന്തെങ്കിലും ഡിസിഷൻ പറഞ്ഞു, നിങ്ങൾ തന്നെ തീരുമാനിക്കും. നിങ്ങൾ പറഞ്ഞു രാഹുൽ ഗാന്ധി കൂടിക്കാഴ്ച, സൗഹൃദ കൂടിക്കാഴ്ച ഇതാണോ? രാഹുൽ ഗാന്ധിയുടെ കൂടിക്കാഴ്ച ഇതാണോ? എന്തായാലും ഒരു പ്രതികരണം വന്നിട്ടുണ്ട്. KPCC അധ്യക്ഷൻ മാറുമെന്ന് ഞങ്ങൾ ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? ഇതൊക്കെ നിങ്ങളല്ലേ പറയുന്നത്, ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടോ എന്നാണ് ഹൈക്കമാൻഡിന്റെ ഭാഗമായ KC വേണുഗോപാൽ ചോദിക്കുന്നത്. KC വേണുഗോപാൽ രാഹുൽ ഗാന്ധിയെ കണ്ടതിന് ശേഷമാണ് അദ്ദേഹം ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല ഇന്ന് അനൗൺസ്മെന്റ് ഉണ്ടാവുന്നത്. കോൺഗ്രസ് പാർട്ടിയെ നിങ്ങൾ അങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാതെ ഞങ്ങളുടെ പ്രസിഡന്റ് മാറ്റുകയോ മാറ്റാതിരിക്കുകയോ നിലനിർത്തുകയോ ഇതൊക്കെ ചെയ്യാനുള്ള ഉത്തരവാദിത്വങ്ങൾ ഞങ്ങൾക്ക് എത്താം. കർണാടകത്തിൽ നിന്നൊരു പ്രസിഡന്റ് വന്നല്ലോ അവിടെ കേരളത്തിൽ, നിങ്ങൾ ഇതുവരെ ചർച്ച ചെയ്തില്ലല്ലോ. അതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അതിനകത്ത് ഇത്രയേ ഉള്ളൂ. പാർട്ടി എന്തെങ്കിലും തീരുമാനം പാർട്ടിക്ക് അത് അറിയിക്കും. അതല്ല ഏതായാലും അത്തരമൊരു ചർച്ച, അത്തരമൊരു മാറ്റം സംബന്ധിച്ച് എന്തെങ്കിലും ഒരു വിവരം ഈ ഘട്ടത്തിൽ പങ്കുവയ്ക്കാൻ KC വേണുഗോപാൽ തയ്യാറല്ല. പുതിയ അധ്യക്ഷനെ കൊണ്ടുവരാനോ നിലവിലുള്ള അധ്യക്ഷനെ തുടരാനോ ഒക്കെയുള്ള സ്വാതന്ത്ര്യം ഞങ്ങൾക്ക് വിട്ടുതരൂ എന്നാണ് മാധ്യമപ്രവർത്തകരോട് KC വേണുഗോപാൽ പറയുന്നത്. അദ്ദേഹം KPCC അധ്യക്ഷനെ മാറ്റുമെന്നോ പുതിയ പ്രസിഡന്റിനെ കൊണ്ടുവരുമെന്നോ നിലവിലുള്ള പ്രസിഡന്റ് തുടരുമെന്നോ ഒന്നും പാർട്ടി പറഞ്ഞിട്ടില്ല. ഇതൊക്കെ നിങ്ങൾ പറയുന്നതാണ്. അത്തരം തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങളെ അറിയിക്കാം എന്ന് മാത്രമേ ഈ ഘട്ടത്തിൽ പറയുന്നുള്ളൂ KC വേണുഗോപാൽ. അദ്ദേഹം രാഹുൽ ഗാന്ധിയെ കണ്ടതിന് ശേഷമാണ് ഈ പ്രതികരണം. അപ്പോൾ ഇന്ന് പ്രഖ്യാപനം ഉണ്ടാകുമോ, അതോ KC പറഞ്ഞതുപോലെ ഈ പുതിയ പ്രസിഡന്റ് തുടരുമോ, പുതിയ പ്രസിഡന്റ് വരുമോ എന്നൊക്കെ ഞങ്ങൾ തീരുമാനിക്കും. ആ തീരുമാനം അറിയിക്കും. മാധ്യമപ്രവർത്തകർ അത്തരം തീരുമാനം എടുക്കേണ്ടതില്ല എന്ന് കുറച്ച് ദേഷ്യത്തിലാണ് എന്ന് തോന്നുന്നു പ്രതികരിച്ചത്.